നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ആലോചനയുള്ള, നമ്മളെ കാണുന്നൊരു ദൈവം നമുക്കുണ്ട്. വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ ഒരു വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ ആരും കാണാതെ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ വേദനയോർത്ത് നീ കരഞ്ഞ സമയങ്ങളിൽ ആ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുള്ള, ആ കണ്ണുനീര് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ വരവ് വെച്ചിട്ടുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നിന്റെ അലച്ചിലുകളും നിന്റെ ഈ ഓട്ടവും നിന്റെ ഈ കഷ്ടപ്പാടും നിന്റെ ജീവിക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നവും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി നീ പെടാപ്പാടുപെടുന്ന, നിന്റെ കുടുംബം നടത്തുവാൻ, കുടുംബം നോക്കുവാൻ വേണ്ടി നീ പെടാപ്പാടുപെടുന്ന ആ കഷ്ടതയുടെ ജീവിതത്തെ കാണുന്നൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ജീവനില്ലാത്ത കല്ലിലും മരത്തിലും ഉള്ള ദൈവമല്ല നമ്മുടേത്. ആ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുത് എന്നാണ്. ഏതൊരു മനുഷ്യനും രക്ഷ പ്രാപിക്കണമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ തന്നെ മനുഷ്യനായി ലോകത്തിലേക്ക് അവതരിപ്പിക്കുവാൻ തക്കവിധം അവനെ പീഡനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ഹീനമായ കുരിശുമരണത്തിനും വിധേയമാക്കുവാൻ